ഞാൻ ഗൗതമിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് +1 +2 ആ സമയത്താണ്. ഇനീഷ്യലൊക്കെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഗൗതമിന്റെ ബിഹേവിയറിൽ ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ തന്നെയാണ് പറയപ്പെടുന്നു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവള് ഹാപ്പി ആയിരിക്കുന്നു. അവളെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്: ഇത് നടക്കാൻ സാധ്യത തീരെയില്ല. നടക്കാനുള്ള സാധ്യത 2% മാത്രമേ ഉള്ളൂ. പ്രൈവസി എന്ന സാധനം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലവ് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ സംസാരങ്ങളാണ് മെയിനായിട്ട്. അതിൽ ലവ് കൺവേ ചെയ്യാൻ ഒരു വഴി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. We were at the same place at her home. ഞങ്ങൾ +1 +2 ഫുൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം സംസാരിക്കുമ്പോൾ ചെറിയൊരു എന്നോടുള്ള ക്രഷ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഡു യു ലവ് മീ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴൊന്നും അപ്പോൾ സമ്മതിച്ചില്ല. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. യെസ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ആ ഒരു 9 വർഷത്തെ ജേർണി, 9-10 വർഷത്തെ ജേർണി എളുപ്പമായിരുന്നില്ല. അത് കാരണം എല്ലാവരും നമ്മളിതിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് എക്സ്പ്രസ് ചെയ്യും വേണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. മഴയാനായി ഞാൻ കടലാനേ എന്നിട്ട് എൻ്റെ ഫോണ് ഞാൻ പോയിട്ട് ജനലിൽ കൂടെ എടുത്ത് വന്നിട്ട് പൊതച്ചിട്ട് പണ്ടത്തെ ലവേഴ്സ് ഇല്ലേ, എന്നിട്ട് അത് സംസാരിക്കുന്നത് ഇഷ്ടം. നിനക്ക് എന്താ പ്രശ്നം, എന്താ ആ 2% ഗൗതം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് 100% ആക്കി. ഉയരേ